ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും വാഗീശാദ്യ സുമനസാം സർവാർത്ഥാനാമുപക്രമേ എന്നത്വാകൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാന്തദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ചുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാന സമാന സാമേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യേതോന്വയാതിരതച്ചർവേഷവിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹതായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിः തൽക്ഷണാൽ നിഗമകൽപ്പതരോർഗണിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ കരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിശതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമകാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തന്നവിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിദ്യൈമാ പുരോ വിഭും നിർമ്മായ ചേതേതമോഷു പുരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഋഷിഷ്ട ഭഗവാൻ ഭജാംസ്തി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതൈ ഹര ഹര മഹാദേവ. ശ്രീകൃഷ്ണായ നമോ നമഃ. ദശമസ്കന്ധമാണ് നമ്മുടെ വിഷയം. നിരോധം എന്ന ലക്ഷണത്തെയാണ് ദശമസ്കന്ധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഇവിടെ കഴിഞ്ഞ 4 ദിവസമായി ശ്രീപരീക്ഷത്ത് സുഗമഹർഷിയുടെ മുമ്പിലിരുന്ന് ഭാഗവത ശ്രവണം ചെയ്യുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ചുരുക്കി ഉപദേശിക്കുകയാണ് 2-3 ശ്ലോകങ്ങളില് നവമസ്കന്ധത്തിന്റെ അവസാനത്തില്. അപ്പോഴാണ് ശ്രീകൃഷ്ണ കഥകൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, വിസ്തരിച്ച് കേൾക്കണം. അതിനായിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ജലപാനം പോലും ഇല്ലാതെ അങ്ങയുടെ മുമ്പിൽ ഇരുന്നത്. അപ്പൊ അത് വിസ്തരിച്ച് പറഞ്ഞു തരണം. എന്താ ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്നാണെങ്കിൽ, അങ്ങയെപ്പോലുള്ള വിരക്തന്മാര് പോലും പാടിപ്പുകഴ്ത്തുന്നതാണ് ഭഗവാന്റെ കഥകള്.
അതുപോലെ തന്നെ സംസാരത്തിൽ ബന്ധപ്പെട്ട ജീവന് ആ സംസാര രോഗത്തിന് നല്ലൊരു ഔഷധമാണ് ഭഗവത് കഥാശ്രവണം. അപ്പോ മഹാഭാവികൾക്ക് ഒഴികെ ബാക്കി ആർക്കും ഭഗവാന്റെ കഥകൾ വേണ്ടാന്ന് തോന്നില്ല. എന്റെ മുത്തശ്ശന്മാരെ ഭാരത യുദ്ധത്തിൽ അനുഗ്രഹിച്ചത് ആ ഭഗവാനാണ്. അതുപോലെ തന്നെ 7ാമത്തെ മാസത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ് പാണ്ഡവവംശം നശിക്കട്ടെ എന്നും പറഞ്ഞ് ആക്രോശിച്ച് എന്റെ അമ്മയുടെ ഗർഭത്തിന് നേരെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ അഭിമന്ത്രിച്ചയച്ചു. ആ ബ്രഹ്മശിരസ് എന്നുള്ള അസ്ത്രത്തിന്റെ പ്രഭാവം കൊണ്ട് കത്തി കരിഞ്ഞു പോകാൻ തുടങ്ങി എന്നെ എന്റെ അമ്മ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചതോടുകൂടി കാരുണ്യക്കടലായിട്ടുള്ള ഭഗവാൻ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് എന്നെ രക്ഷിച്ചു. ഒരു സങ്കല്പം മാത്രം മതി ഭഗവാന് എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയതായിട്ടുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ഇല്ലാണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് ഇല്ലാണ്ടാവും. പക്ഷെ ഭഗവാൻ അതല്ല ചെയ്തത്. എനിക്ക് ദർശനം തന്ന് അനുഗ്രഹിക്കണം എന്ന ആ കാരുണ്യത്തോടുകൂടെ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന് എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ ആ കാരുണ്യത്തെ ഞാൻ എങ്ങനെയാണ് മറക്കുക? അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് പറഞ്ഞു തരൂ, അത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പിന്നെ എന്താ ഭഗവാന്റെ സ്വഭാവം? വീര്യാണി തസ്യാഖില ദേഹഭാജ അന്തർബഹി പുരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുദാമൃതഞ്ച മായാമനുഷ്യസ്യ വധസ്വ വിദ്വൻ. പുറമേ കാലസ്വരൂപത്തിലിരുന്ന് ജീവന്മാർക്ക് മരണഭയത്തെയും അകത്ത് ജീവസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷാനുഭവത്തെയും കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. ആ മായാമനുഷ്യനായിട്ടുള്ള ഭഗവാന്റെ കഥകള് അല്ലയോ ബ്രഹ്മർഷി, വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുക. പിന്നെ അങ്ങ് ആ നവമസ്കന്ധത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താ സംശയം? രോഹിണിയുടെ പുത്രനാണ് ബലരാമൻ എന്ന് പറഞ്ഞു. രോഹിണ്യാസ്തനയ പ്രോക്തോ രാമ സംഘർഷണസ്ത്വയ ദേവക്യ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ. രോഹിണിയുടെ പുത്രനായിട്ടുള്ള ബലരാമൻ ദേവകിയുടെ 7ാമത്തെ പുത്രനെ പറയുമ്പോഴും ബലരാമൻ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ ഒരു ജന്മത്തില് ഒരാൾക്ക് 2 അമ്മമാരുണ്ടാവുക? അത് അസംഭാവ്യമല്ലേ എന്ന് ചോദിക്കുക. അതുപോലെ ഭഗവാൻ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാൽ വ്രജംഗത ഉപവാസം ജ്ഞാതഭിസാർദ്ധം കൃതവാൻ സാത്വതാമ്പതി. സ്വന്തം അച്ഛന്റെ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് എന്താണ് ഗോകുലത്തില് ഒളിച്ചു താമസിക്കാൻ കാരണം? എവിടെയാണ് ഭഗവാൻ ബന്ധുക്കളോട് കൂടി താമസിച്ചത്? അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എപ്പോഴാണ് മധുരയിലേക്ക് വന്നത്? ആ സഹോദരനായിട്ടുള്ള ബലരാമനോട് കൂടിയിട്ട് ആ കംസനെയൊക്കെ കൊന്ന് ആ കംസനെ കൊല്ലാൻ എന്താണ് കാരണം? പിന്നെ ആ ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ അവതരിച്ച ഭഗവാൻ ആ മനുഷ്യ ശരീരം കൊണ്ട് എത്ര കാലമാണ് ലീലകളൊക്കെ ആടിയത്? എന്തെല്ലാം ലീലകളാണ് ആടിയത്? അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. നോക്കൂ, പിന്നെ ഞാൻ ചോദിച്ചതും ചോദിക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ വിസ്തരിച്ച് പറയണം. എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളൊക്കെ എത്രയുണ്ട്, ഏത് തരത്തിലാണ് ഭഗവാൻ ജീവിതം നയിച്ചത്? ഇങ്ങനെ ഞാൻ ചോദിച്ചതും ഏതന്യശ്ച സർവം മേ മുനേ കൃഷ്ണ വിജേഷ്ഠിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധദാനായ വിസ്തൃതം. അങ്ങ് സർവജ്ഞനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് നിശ്ചയുണ്ട്. ഞാനോ അത് കേൾക്കാൻ വളരെ ശ്രദ്ധയോട് കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചതും ചോദിക്കാനായിട്ടുള്ള കാര്യങ്ങളും അങ്ങേക്ക് നിശ്ചയുള്ളത് കൊണ്ട് അങ്ങ് വിസ്തരിച്ച് എനിക്കത് പറഞ്ഞു തരൂ എന്ന് പറയുക. അല്ല, അങ്ങ് ഇപ്പൊ കൃഷ്ണന്റെ കഥകൾ വന്നപ്പോ ചുരുക്കി പറഞ്ഞത് കഴിഞ്ഞ 4 ദിവസമായി അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് ഭാഗവതം ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഈ 4 ദിവസവും ജലപാനം പോലും ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ വിശപ്പും ദാഹവും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് ക്ഷീണം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കഥ ചുരുക്കി പറഞ്ഞതാണെങ്കിൽ എനിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. നൈഷാദി ദുസ്സഹ അക്ഷുന്മ തെക്തോതമഭിബാധതേ വിബന്ധം ത്വന്മുഖാംബോജച്യുതം ഹരികഥാമൃതം. ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ ചെയ്യുന്നത്? അങ്ങയുടെ തിരുമുഖത്ത് നിന്ന് ഉതിരുന്നതായിട്ടുള്ള ഭഗവത് കഥാമൃതത്തെ ഇങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അമൃത് കഴിച്ചാൽ തന്നെ അയാൾക്ക് ജരാനരകളൊന്നും ബാധിക്കില്ല. ഭഗവത് കഥാമൃതാവുമ്പോഴോ അതിന് കുറേയും കൂടെ മഹാത്മ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് വിസ്തരിച്ചത് പറഞ്ഞു തരണം എന്നാണ്. ഇങ്ങനെയുള്ള ശ്രീപരീക്ഷത്തിന്റെ ചോദ്യം കേട്ടതോടുകൂടെ ഇവിടെ ശൗനകാദികളോട് സൂതം പറയുകയാണ്. ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം
വയ്യാസകിസ്സ ഭഗവാനത വിഷ്ണുരാതം പ്രത്യക്ഷ കൃഷ്ണചരിതം കലി കൽമഷഗ്നം വ്യാഹർത്തുമാരപദ ഭാഗവത പ്രധാന. ആ ഇങ്ങനെയുള്ള പരീക്ഷത്തിന്റെ കഥാശ്രദ്ധ കണ്ട സമയത്ത് ആ ശുഗമഹർഷി സകലവിധ കലികൽമഷങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാന്റെ കഥകള് പറയാനായിട്ട് ആരംഭിക്കുകയാണ്. ആ തുടക്കത്തിൽ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷി ഈ ചോദ്യത്തിനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. എന്താ അത്? സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവാത്തൊരു ഗുണമാണ് ഇപ്പൊ പരീക്ഷത്തിനുള്ളത്. ശരീരധർമ്മങ്ങളായ ആഹാര നിദ്രാദികളെയൊക്കെ വെടിഞ്ഞ് ഭഗവാന്റെ കഥ കേൾക്കുക എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഗുണമല്ല. അപ്പോ സാധാരണക്കാരനല്ല ഈ ശ്രീ പരീക്ഷത്ത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് സമ്യക് വ്യവസിത ബുദ്ധിസ്തവ രാജ ഋഷി സത്തമാ. അല്ലയോ രാജ ഋഷി സത്തമാന്നാ വിളിക്കുന്നത്. സാധാരണ കഥയൊക്കെ പറയുമ്പോ ഹേ രാജൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുക. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ കഥാശ്രവണം കൊണ്ട് ആ ശരീരധർമ്മങ്ങളെയൊക്കെ വിട്ടപ്പോ അദ്ദേഹം ശരിക്ക് രാജ ഋഷിമാരിലും സത്തമനായി തീർന്നിരിക്കുന്നു എന്ന് പറയുക. ഈ സത്തമ എന്നുള്ള പ്രയോഗം ചില സന്ദർഭങ്ങളിലൊക്കെ ഭാഗവതത്തിൽ കാണാം. ഉദ്ധവനെ ബുദ്ധി സത്തം എന്ന് പറയുന്നുണ്ട്. ഇവിടെ രാജഋഷി സത്തമ. ഈ സത്തം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയില്ലേ, ആ നിലയില് ഉയർന്ന ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു ശ്രീ പരീക്ഷത്ത്. പറഞ്ഞു, അല്ലയോ പരീക്ഷത്തെ, അങ്ങയുടെ ബുദ്ധി നല്ല വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയാണ്. വാസുദേവന്റെ കഥകളെ കുറിച്ച് അങ്ങ് ചോദിച്ചു. ഭഗവാന്റെ കഥകൾക്കുള്ള പ്രത്യേകത എന്താ അറിയോ? അത് എല്ലാവരെയും ശുദ്ധീകരിക്കും, ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നതാണ് ഭഗവാന്റെ കഥകള്. ആ ഭഗവാന്റെ കഥകള് മൂന്ന് കൂട്ടർക്ക് ശുദ്ധി കൊടുക്കുന്നതാണ്. വക്രാരം പൃച്ഛകം ശോധം തത്പാദ സലിലം വ്യഥ. പറയുന്ന ആൾക്ക് അങ്ങപ്പോ ഭഗവാന്റെ കഥകളെ കുറിച്ച് ചോദിച്ചതോടുകൂടി അങ്ങ് ശുദ്ധനായി. അതിന് മറുപടി പറയുന്നതോടുകൂടി ഞാൻ ശുദ്ധനാവും. ഭാവിയിൽ ഇതാരൊക്കെ കേൾക്കണോ അവർക്കും കൂടെ ശുദ്ധി കൊടുക്കുന്നതാണ് ഭഗവാന്റെ കഥകള്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. അപ്പൊ മൂന്ന് കൂട്ടർക്ക് ശുദ്ധി കൊടുക്കുന്നതാണ്. അപ്പൊ ലോകത്തിന് തന്നെ ശുദ്ധി കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കഥകള് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ഭൂമി നൃപത നിർവ്യാജ ദൈത്യാനീക ശതായുധേ ആക്രാന്ത ഭൂരിവാരേണ ബ്രഹ്മാണം ശരണം യയോ. പറയാണ്, ഭൂമി അസംഖ്യം രാജാക്കന്മാര്, അതായത് അസുരന്മാര് രാജാക്കന്മാരുടെ രൂപത്തില് ഭൂമിയിൽ ജനിക്കുകയാണ്. ആ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ആ ചെയ്തികളെ കൊണ്ട് ഭൂമിക്ക് വല്ലാത്ത ഭാരം തോന്നുകയാണ്. അപ്പൊ ചിന്തിക്കണം, നമുക്ക് ഈ ദുഷ്ടന്മാർക്ക് മാത്രമേ ഭാരം ഉണ്ടാവുള്ളൂ, സജ്ജനങ്ങൾക്കൊന്നും ഭാരം ഉണ്ടാവില്ലേ എന്നാണെങ്കിൽ ഈ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് ഭൂമിക്ക് വല്ലാത്ത അവസ്ഥയുണ്ടായി എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ടെൻഷൻ, ആ സമയത്ത് ഉണ്ടാകുന്ന അനുഭവം, ഇതാണ് ഈ ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമി അനുഭവിക്കുന്ന അനുഭവം എന്നാണ്. അതായത് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ടെൻഷനും വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യം ആ അനുഭവം ഉണ്ടല്ലോ, അതുപോലെയാണ് ഭൂമിയും ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊണ്ട് തപിക്കുന്നത് എന്നാണ്. അപ്പൊ എന്താ ശിഷ്ടന്മാർക്ക് ഭാരമില്ല എന്ന് ചോദിച്ചാൽ അത് ഇല്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഒരമ്മ ഒരു കുഞ്ഞിനെ, തന്റെ പുത്രനായ തനിക്കൊരു പുത്രൻ ഉണ്ട് എന്ന് വിചാരിക്കുക, അതിനെ മടിയിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന് ലാളിക്കും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ ആനന്ദമാണ് ഉണ്ടാവുക. പക്ഷേ ആ കുട്ടിയുടെ അത്രയും വെയിറ്റ് ഉള്ള ഒരു കല്ലെടുത്ത് മടിയിൽ വെച്ചിരിക്കുവാരെങ്കിലും ഇല്ല. ഇതുപോലെയാണ് ദുഷ്ടന്മാരും ശിഷ്ടന്മാരും. ആ സജ്ജനങ്ങളുടെ ഭാരം അമ്മയ്ക്ക് വളരെ ആഹ്ലാദത്തെയും സന്തോഷത്തെയും കൊടുക്കുന്നതാണ്. പക്ഷെ ദുഷ്ടന്മാരുടെ ഭാരോ അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റണില്ല. അപ്പൊ ഭൂമി ദേവി ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ച് ബ്രഹ്മദേവന്റെ സഭയിൽ ചെന്ന് ആവലാതി പറയുക. എപ്പോഴും ഭൂമി തനിക്ക് വല്ല അപകടം വരുമ്പോ പശുവിന്റെ രൂപത്തിലാണ് ദേവന്മാരോട് സങ്കടം പറയാൻ ചെല്ലുക. എന്താ അതിന്റെ അർത്ഥം? ഈ ഭൂമിയും പശുവും രണ്ടും ത്യാഗത്തിന്റെ മൂർത്തികളാണ്. ഭൂമിയിൽ നിന്നുണ്ടാവുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് ഭൂമി കൊടുക്കുക. അതുപോലെ തന്നെയാണ് പശു സ്വന്തം കുട്ടിക്ക് പോലും കൊടുക്കാത്ത പാല് മറ്റുള്ളവർക്ക് കൊടുത്ത് അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. ഇതാണ് ഭൂമിയെ നമ്മൾ പശുവിനോട് ദേവിയോടൊക്കെ ആയിട്ട് അമ്മയോടൊക്കെ ആയിട്ട് ഉപമിക്കാൻ കാരണം എന്ന് പറയുക. അങ്ങനെ ബ്രഹ്മദേവൻ ഇതിനെക്കുറിച്ച് ആ ഭൂമിയുടെ കഷ്ടപ്പാട് കണ്ടപ്പോ ആ പരമേശ്വരനോടും ദേവന്മാരോടും കൂടെ ഭൂമിദേവിയെയും കൂട്ടിയിട്ട് പാലാഴി തീരത്തെത്തി എന്നാണ്. പാലാഴി തീരത്തെത്തി അദ്ദേഹം പുരുഷസൂക്തം എന്ന മന്ത്രം കൊണ്ട് ദേവന്മാരുടെ പതിയായിട്ടുള്ള ആ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുക. ആ സ്തുതിയുടെ ഒടുവില് അദ്ദേഹത്തിന് സമാധി കിട്ടി. ആ സമാധിയില് ഭഗവാന്റെ അരുളപ്പാട് കേൾക്കാൻ കഴിഞ്ഞു ബ്രഹ്മദേവന്.
സമാധിയിൽ നിന്ന് ഉണർന്ന ബ്രഹ്മദേവൻ തനിക്ക് സമാധിയിൽ കൂടെ ലഭിച്ച ഭഗവാന്റെ അരുളപ്പാട് ഭൂമിദേവിയെയും ദേവന്മാരെയും അറിയിക്കുകയാണ്. അതെ, ഭൂമിദേവിയുടെ സങ്കടം ഭഗവാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനോ ആ സങ്കടം തീർക്കാൻ, ഭൂമിയുടെ ഈ ദുഃഖം ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നു. എവിടെയെന്നാണെങ്കിൽ വസുദേവ ഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപര ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. പറയാണ്, വസുദേവന്റെ ഗൃഹത്തിലാണ് ഭഗവാൻ അവതാരം സ്വീകരിക്കാനായി കൊണ്ടുപോണത്. അതിന് ആ ഭഗവാന്റെ അവതാര കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും അതിനെ അനുഭവിക്കാനുമായിട്ട് ദേവന്മാരും ദേവസ്ത്രീകളും ഒക്കെ ഭൂമിയില് യദുകുലത്തിലും ഗോകുലത്തിലും യാദവന്മാരായിട്ടും ഗോപന്മാരായിട്ടും യാദവ സ്ത്രീകളായിട്ടും ഗോപസ്ത്രീകളായിട്ടും പല പല രാജകുമാരിമാരായിട്ടും ജനിക്കണം എന്ന് പറയുകയാണ്. ഭഗവാൻ ഇപ്പോ ആ ഭഗവാന്റെ അവതാര കാര്യങ്ങളെ വേണ്ട വിധത്തില് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് 1000 ശിരസുള്ള അനന്തൻ നേരത്തെ തന്നെ ജ്യേഷ്ഠനായിട്ട് അവതരിക്കുന്നതാണ്. ഈ അവതാര കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഘടിപ്പിക്കാൻ യോഗമായ ദേവിയും പുറപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ ആ ഭഗവാൻ എത്ര കാലം ആ ശരീരം സ്വീകരിച്ച് ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കാനായിട്ട് ഭൂമിയിൽ ലീല ചെയ്യണോ അത്രയും കാലം ദേവന്മാരായിട്ടുള്ള നിങ്ങൾക്കും ഭൂമിയില് ഭഗവാന്റെ കൂടെ ഈ അവതാര മഹോത്സവത്തിൽ പങ്കെടുത്ത് അതിനെ അനുഭവിച്ചുകൊണ്ട് കഴിയാം എന്ന് പറയുകയാണ്. ഇങ്ങനെ ദേവന്മാരെയൊക്കെ ആശ്വസിപ്പിച്ചു. ഭൂമിക്കും വളരെ സന്തോഷമായി. അവരൊക്കെ എന്ത് ചെയ്തു എന്നാണെങ്കിൽ അംശം കൊണ്ട് ഭൂമിയില് യാദവ കുലത്തിലും ഗോകുലത്തിലും വന്ന് അവരെ ജനിച്ചു, അവതാരം ശരീരം സ്വീകരിച്ചു എന്ന് പറയുകയാണ്. ഇപ്പോ രാജധാനി തതസ്സാഭുൽ സർവ യാദവ ഭൂഭുജ മധുര ഭഗവാൻ എത്ര നിത്യം സന്നിഹിതോ ഹരി. യാദവ രാജാവായിട്ടുള്ള ശൂരസേനൻ മധുരയെ തലസ്ഥാനമാക്കിയിട്ട് യാദവന്മാരെയും മധുരാവാസികളെയും, അതായത് മധുരാവാസികളെയും അതുപോലെ തന്നെ യാദവന്മാരെയും അടക്കി ഭരിക്കുകയാണ്. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു. പിന്നീട് ഉഗ്രസേനൻ രാജാവായി എന്നാണ്. എന്താ മധുരയുടെ പ്രത്യേകത? ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള സ്ഥലമാണ് മധുര എന്ന് പറയുകയാണ്. അവിടെ ഈ ഉഗ്രസേനൻ രാജാവായി. ഉഗ്രസേനന്റെ പുത്രനാണ് വാസ്തവത്തിൽ ഔരസപുത്രനൊന്നും അല്ല ഈ കംസൻ, പക്ഷെ ഔരസപുത്രനെ പോലെ തന്നെയാണ് ഇപ്പോ. അങ്ങനെ ഉഗ്രസേനന്റെ പുത്രനാണ് കംസൻ എന്നാണ്. ഉഗ്രസേനന്റെ അനുജനാണ് ദേവകൻ. ദേവകന്റെ ആ മക്കളെയൊക്കെ വസുദേവനാണ്, അതായത് ശൂരന് മാരിഷിയിൽ ഉണ്ടായിട്ടുള്ള 15 മക്കള്, അതിൽ 10 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. അതിലെ പെൺകുട്ടികളിലെ മൂത്താളാണ് പൃഥ. ആ പൃഥയെ കുന്തിഭോജന് ദത്തു കൊടുത്തത് കൊണ്ടാണ് പൃഥ പിന്നെ കുന്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് വസുദേവന്റെ സഹോദരിയായിട്ട് പറയുന്നത് എന്നർത്ഥം. അതില് ആ 18 വിവാഹം മറ്റേ കഴിച്ചിട്ടുണ്ട് വസുദേവൻ എന്നാണ് പറയുന്നത്. ആ ഒടുവിലെ വിവാഹമാണ് ദേവകിയുടെ വിവാഹം എന്നൊക്കെയാണ് ചില മഹാത്മാക്കൾ പറയുക. ഇവിടെ ആ അനവധി വിവാഹം കഴിച്ചു ഈ വസുദേവന്റെ പ്രത്യേകത എന്താണെന്നാണെങ്കിൽ, വസുദേവൻ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ദേവവാദ്യങ്ങളായിട്ടുള്ള ആനകൻ ദുന്ദുബി തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങള് താനെ നദിച്ചു എന്നാണ്. എന്താ അതിന് കാരണം? ദേവന്മാര്, അതായത് ഭഗവാന്റെ അച്ഛനാവാൻ മാത്രം യോഗ്യതയുള്ള ഒരാളാണ് ഭൂമിയിൽ വന്ന് ജനിക്കാൻ പോണത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ജനിച്ച സമയത്ത് ആനകം ദുന്ദുബി തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളൊക്കെ നദിച്ചത്. അതുകൊണ്ട് വസുദേവർക്ക് ആനക ദുന്ദുബി എന്നൊരു പേരും കൂടെ ഉണ്ട് എന്ന് പറയുക. ഇപ്പോ ആ ദേവകി അതായത് ദേവകന്റെ പുത്രിമാരെ ഒക്കെ വസുദേവൻ വിവാഹം കഴിക്കുകയാണ്. സാധാരണ രാജ്യാധികാരമുള്ള ക്ഷത്രിയന്മാര് രാജ്യാധികാരമുള്ള ആ ക്ഷത്രിയന്മാരുടെ പുത്രിമാരെയാണ് വിവാഹം കഴിക്കുക. ഇവിടെ വസുദേവർക്ക് രാജ്യാധികാരം ഇല്ല. അതുകൊണ്ടാണ് രാജ്യാധികാരം ഇല്ലാത്ത ഉഗ്രസേനന്റെ അനുജനായിട്ടുള്ള ദേവകന്റെ മക്കളെ വസുദേവൻ വിവാഹം കഴിച്ചത്. അപ്പൊ ദേവകനെ അറിയാം തനിക്ക് തന്റെ മക്കളെ ഇനി ഒരു രാജാവ് വന്ന് കല്യാണം കഴിക്കില്ല, വിവാഹം കഴിക്കില്ല. അപ്പൊ അതുകൊണ്ടോ ആ രാജവംശത്തിൽ ജനിച്ച ആളാണല്ലോ എന്ന നിലയ്ക്ക് തന്റെ മക്കളെ മുഴുവൻ, അതായത് 18 വിവാഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവരെ അവസാനത്തെ വിവാഹമാണ് ദേവകിയുടെ. ആ ദേവകിയെയും വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഇപ്പോ ദേവകിയുടെ വിവാഹം വന്ന സമയത്ത് ഇപ്പോ ഉഗ്രസേനനാണ് രാജാവ് എങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കംസന. അപ്പോ കംസൻ ഇത്രയും വിവാഹങ്ങൾ നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ആളാണ്. ദേവകിയുടെ വിവാഹം വന്നപ്പോഴോ കംസൻ പറഞ്ഞു, ഈ ദേവകിയുടെ വിവാഹം രാജോചിതമായിട്ടുള്ള പ്രൗഢിയോട് കൂടിയിട്ട് നടത്തണം എന്നാണ്. എന്താ കാരണം? ദേവകി അങ്ങേയറ്റത്തെ വാത്സല്യാണ് കംസന്. സ്വന്തം സഹോദരിയെ ഇപ്പോൾ തന്നെ കണക്കാക്കുക.
വാസ്തവത്തിൽ സഹോദരി തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ സഹോദരിയെ പോലെ കണക്കാക്കി നല്ല വാത്സല്യമുണ്ട്. ദേവകിയുടെ സൗശീല്യാദി ഗുണങ്ങള് ആ കംസനെ അങ്ങേയറ്റം ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കംസന്റെ മേൽനോട്ടത്തില് രാജോചിതമായിട്ടുള്ള പ്രൗഢിയോട് കൂടിയിട്ട് ദേവകിയുടെ വിവാഹം അവിടെ വെച്ച് സമംഗളം ആഘോഷിക്കപ്പെടുകയാണ്. അതിൽ ധാരാളം സ്ത്രീധനമൊക്കെ കൊടുക്കുന്നുണ്ട് വസുദേവർക്ക്. അങ്ങനെ ആ വിവാഹ സദ്യയൊക്കെ കഴിഞ്ഞ് വിവാഹ ഘോഷയാത്ര വസുദേവന്റെ ഗൃഹത്തിലേക്ക് പുറപ്പെടുക. ധാരാളം ദാസിമാരെയൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു, ധാരാളം ധനമൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്ത് ഇപ്പോ വിവാഹ ഘോഷയാത്ര പുറപ്പെടാൻ തുടങ്ങിയ സമയത്ത് കംസന്റെ സ്നേഹം ഒന്നും കൂടെ വർദ്ധിക്കുകയാണ്. എന്താ ചെയ്തത് എന്നാണെങ്കിൽ പുതിയൊരു തേരുണ്ടാക്കി അതിന്റെ അവരുടെ ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ദേവകി വസുദേവ, നിങ്ങൾക്ക് എന്റെ വക വിവാഹ സമ്മാനമായിട്ട് ഈ തേര് കയറി ഇരുന്നോളൂ എന്നാണ്. എന്നിട്ടോ ആ തേര് കയറി ഇരുന്ന് അപ്പോഴാണ് തേരാള് തേര് കളിക്കാൻ പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ തരത്തില് യൂണിഫോം ഒക്കെ ആയിട്ട് കയറി വന്നു. കംസൻ പറഞ്ഞു, മാറി നിൽക്കണോ, എന്താ ഞാൻ തന്നെയാണ് എന്റെ സഹോദരിയുടെ പേര് തെളിച്ച് അവളുടെ കൊട്ടാരത്തിൽ കൊണ്ട് വിടാൻ പോണത്, എനിക്കിനി വേറൊരു സഹോദരി ഇല്ലാതെ പറഞ്ഞ് കംസൻ തന്നെ ആ തേരിൽ കയറി തേര് തെളിക്കാനായി കൊണ്ട് തുടങ്ങുകയാണ്. ഇത് കണ്ടപ്പോ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ആരാ ഈ രാജാവ് ദുഷ്ടനാണ് പറഞ്ഞത്, നോക്കൂ സ്വന്തം സഹോദരിയോടുള്ള വാത്സല്യം കൊണ്ട് വിവാഹം തന്റെ മേൽനോട്ടത്തിൽ നടത്തി, പിന്നെ വിവാഹ സമ്മാനമായിട്ട് തേര് കൊടുത്തു. ആ തേര് മഹാരാജാവ് തിരുമനസ് തന്നെ സ്വയമേവ തെളിച്ചുകൊണ്ട് അവളെ ഭർത്തഗൃഹത്തിൽ കൊണ്ട് വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കംസനെ അങ്ങനെ വാനോളം പുകഴ്ത്തുകയാണ്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഗർവോടുകൂടി ആ വിവാഹ ഘോഷയാത്രയെ നയിച്ചുകൊണ്ട് രാജവീതിയിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഇടി പൊട്ടിണത് പോലെ ഒരു ശബ്ദം കേട്ടു എന്നാണ്. എന്താ ശബ്ദം? പറഞ്ഞു, ഹേ വിവരമില്ലാത്ത അബുധാന്നാ വിളിച്ചത്, വിവരമില്ലാത്ത കംസ എന്നാണ്. കംസൻ തിരിഞ്ഞു നോക്കിയപ്പോ ശബ്ദേ കേൾക്കണുള്ളൂ, ആളെ കാണാനില്ല. അശരീരിയ അല്ലെ, ഈ വേണ്ടാത്തത് കേൾക്കുമ്പോ എപ്പോഴും അങ്ങനെയാ, പെട്ടെന്ന് ആ പറയുന്ന ആൾക്ക് മുമ്പിലേക്കൊന്നും വരില്ല. അത് പക്ഷെ ആ വാക്കുകള് പല പല ചെവികൾ വഴി പലയിടത്തും വ്യാപിക്കുകയും ചെയ്യും. ഇപ്പൊ എന്താ കേട്ടത് ആകാശത്ത് നിന്ന് എന്നാണെങ്കില്, അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധാ. അതായത് കംസ, വിവരമില്ലാത്തവനായിട്ടുള്ള കംസ, ഈ ഏതൊരു ദേവകിയോടുള്ള സ്നേഹം നിമിത്തമാണോ നീ തേര് തെളിക്കാൻ പോലും പുറപ്പെട്ടത്, ഈ ദേവകിയുടെ 8ാമത്തെ ഗർഭം നല്ല അന്തകനാണ് എന്നാണ്. അത് ഇപ്പോ ഗർഭന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, പുത്രൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഭക്തന്മാരൊക്കെ പറയുമ്പോ ഇവളുടെ സുതനഷ്ടമൻ ഭവാനെ ദടിതി പതിക്കുമെന്നോർത്തു കൊള്ളുക കംസ, ആ പുത്രൻ എന്നൊക്കെയാണ് മഹാത്മാക്കൾ പറയുന്നത്. ഏതായാലും ഇവിടെ അത് പറഞ്ഞിട്ടില്ല, ഗർഭം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം എന്നാണെങ്കില്, ഈ ഗർഭം എന്ന് വെച്ചാൽ ആണോ ആവാം പെണ്ണും ആവാം. ഗർഭം എന്ന് വെച്ചാല് ഉള്ളിലുള്ളത് എന്നാണ് വാക്കിന്റെ അർത്ഥം, അകത്തുള്ളത് എന്നാണ്. അപ്പൊ അകത്തുള്ളത് എന്തായിക്കോട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അത് ആ കംസന്റെ അതായത് മരണമാണെന്ന് കാണിച്ചു തരിക. ഇങ്ങോട്ട് കേട്ടില്ലേ, ആ വിവരമില്ലാത്ത കംസ എന്നാണ് അഭിസംബോധന ചെയ്തത്. വിവരമില്ലായ്മ അപ്പ കാണിക്കും ചെയ്തു എന്നാ. എന്താ കാണിച്ചത്? 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ 7 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ 8ാമത്തെ ആളുണ്ടാവുള്ളൂ. അപ്പൊ 7 കൊല്ലം എന്തായാലും ഉറപ്പായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ മരണം വരുള്ളൂ. അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല എന്നാണ്. പിന്നെയോ, ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുകയാണെങ്കിൽ ഇവളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പുത്രൻ ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ തനിക്ക് മരിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് ദേവകിയുടെ മുടിക്കെട്ട് നിങ്ങൾ പിടിച്ചു. ദേവകിയുടെ വാത്സല്യൊക്കെ അങ്ങനെ പമ്പ കടന്നു. തേരിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കി. ഒറ്റിക്കൊല്ലാനാ, തേരിൽ നിന്നാവുമ്പോ തേരിന്റെ ചോരയൊക്കെ വീണ് അത് അശുദ്ധിയാവില്ലേ, അത് വേണ്ടാന്നും പറഞ്ഞ് താഴേക്ക് വലിച്ചിറക്കുകയാണ്. എന്നിട്ടോ ഉറയിൽ നിന്ന് വാളങ്ങ് ഊരി വെട്ടാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ഇത് കണ്ട് വസുദേവര അങ്ങനെ പരിഭ്രമിച്ചു. ഇനി എങ്ങനെയെങ്കിലും ദേവകിയെ രക്ഷിച്ചെടുക്കണമല്ലോ. ഈ ദുഷ്ടന്മാർക്കൊക്കെ ഒരു ഗുണമുണ്ട്, എന്താ അറിയോ, ഒന്ന് പൊക്കി പറഞ്ഞാൽ അല്ലെ, അതായത് ഒന്ന് അദ്ദേഹത്തെ ഒന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ ഈ ഖരന്മാർക്കൊക്കെ സന്തോഷമാകുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തെ ഒന്ന് സ്തുതിക്കുകയാണ്. ശ്ലാഘനീയ ഗുണശൂരൈർ ഭവാൻ ഭോജേശസ്കര സകതം ഭഗിനിം കന്യാൽ പ്രിയമുദ്വാഹ പർവണി. ഭോജവംശത്തിലെ യശസ്കരനായിട്ടുള്ള അല്ലയോ കംസ മഹാരാജാവേ, അങ്ങ് എന്ത് പണിയാ അപ്പൊ ചെയ്യാൻ പോണത് എന്ന് ചോദിക്കുകയാണ്. ഈ സ്ത്രീവധം എന്ന് വെച്ചാൽ മഹാപാപാണ്.
അത് സ്വന്തം സഹോദരി ആകുമ്പോഴോ സഹോദരി പുത്രിക്ക് സമാണെന്ന. അത് ഒരു വിവാഹ ദിവസം ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ ഇതുപോലൊരു മഹാപാപം വേറെ ഇല്ല എന്ന് പറയുകയാണ്. അല്ല, ആകാശത്ത് നിന്ന് കേട്ട അശരീരിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേവകിയെ കൊല്ലാനായിട്ട് അങ്ങ് ഒരുങ്ങണത് എങ്കിൽ ഈ മരണം എന്നുള്ളത് അതായത് ജന്മത്തിൽ തന്നെ മരണം കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. മരിച്ചാൽ ജനിക്കും, ജനിച്ചാൽ മരിക്കും. ഇത് ലോക നിയമമാണ്. മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യവാപ്ത ശതാന്തേവ മൃത്യുർവൈ പ്രാണിനാന്ദ്രുവ. ഈ പ്രാണികൾക്ക് ജന്മത്തോടുകൂടി മരണവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. ചില ആളുകള് കർമ്മഫലത്തിനനുസരിച്ച് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു എന്ന് വരാം. ചില ആളുകളോ പുറത്തു വന്ന് 100 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും മരിക്കും, അത് ഉറപ്പാ. അപ്പൊ ഇന്നാവാ 100 കൊല്ലം കഴിഞ്ഞിട്ടാവാം, എന്തായാലും മനുഷ്യന്മാർക്ക് മരണം ഉറപ്പാണ് എന്ന് പറയുകയാണ്. അതോ ദേഹേ പഞ്ചത്വമാപന്നെ ദേഹി കർമാനുഗോവശ ദേഹാന്തരം അനുപ്രാപ്യ പ്രാക്തനന്ദജദേവഭൂ പറയണ. ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താ അറിയോ? ഈ ശരീരം കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരം എടുക്കുന്നത്. ഈ ശരീരത്തിൽ ചെയ്ത കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ഉപേക്ഷിക്കും. എന്നിട്ടോ ഈ അതായത് പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഈ ശരീരം കിട്ടി. ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മഫലം കഴിഞ്ഞ് അത് ഉപേക്ഷിക്കും. എന്നിട്ടോ ഈ ശരീരം കൊണ്ട് ചെയ്ത കർമ്മഫലം അനുഭവിക്കാൻ അടുത്ത ശരീരവും കിട്ടും. അപ്പോ ഇവിടെ അതുകൊണ്ട് ഈ ശരീരം മാത്രമേ പോണുള്ളൂ. ജീവൻ വേറൊരു ശരീരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ സുഖദുഃഖങ്ങൾ അനുഭവിക്കും. അപ്പൊ ഏതെങ്കിലും ശരീരം കിട്ടിയിട്ട് അത് അപകടമാണെന്നൊന്നും വിചാരിക്കണ്ട. ഏത് ശരീരം ജീവന് കിട്ടിയാലും അത് നന്നാന്ന് മാത്രമേ തോന്നുള്ളൂ. അപ്പൊ അതിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവളെ വിടണം എന്ന് പറയുകയാണ്. ഇപ്പോ ഇവിടെ ഈ ജീവന്റെ ഗതി എങ്ങനെ അറിയും? ഇപ്പോ ഈ ഉറക്കത്തില് നമ്മൾ വീണ്ടും ഈ ശരീരത്തിൽ തന്നെ ഉണരണത്. പക്ഷെ ഈ മരണം എന്ന് വെച്ചാൽ വേറൊരു ശരീരത്തിൽ ഉണരുക. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയണം. ഈ ജീവന്റെ അവസ്ഥ എന്താ അറിയോ? പ്രജന്തിഷ്ടൻ പതൈകേന യഥൈവൈകേന ഗച്ഛതി യഥാ തൃണജളുകൈവം ദേഹി കർമ്മഗതിം ഗതാ. ഈ പുല്ലട്ടെ പോലെയാണ് ജീവൻ എന്നാണ്. ഈ പുല്ലട്ട നടക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് അത് മുന്നിലെ പുല്ലിൽ ഉറപ്പിച്ചു വെച്ചിട്ട് പിൻകാല് ആ പിന്നിലുള്ള പുല്ലിൽ നിന്ന് വിടുള്ളൂ എന്നാണ്. ഇതുപോലെയാണ് ആ ജീവനം. ഈ ശരീരത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ പാകമായിട്ടുള്ള ഈ ശരീരം കാണുന്നത് വരെ ഈ ശരീരത്തിൽ തന്നെ താമസിക്കും. അങ്ങനെ മറ്റൊരു ശരീരം കണ്ടു കഴിഞ്ഞാലോ പിന്നെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ആ പുതിയ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പഴയ ശരീരത്തെ പാടെ മറക്കുകയും ചെയ്യും. ഇതാണ് ജീവന്റെ അവസ്ഥ എന്ന് പറയുകയാണ്. അല്ലെ, ഈ സ്വപ്നത്തില് നമ്മള് പലതും കാണും. ഈ സ്വപ്നത്തിലെ അനുഭവങ്ങളൊക്കെ ഈ ശരീരത്തെ മറന്നുകൊണ്ട് പുതിയൊരു ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാ. കാരണം സ്വപ്നാനുഭവങ്ങൾ ഒരിക്കലും നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല. ബാധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്നത്തിലിപ്പോ ആ മരത്തിന്റെ മീതെന്ന് വീണുന്നും പറഞ്ഞ് രാവിലെ എണീറ്റിട്ട് ആരും ആശുപത്രി പോയി എന്ന് ഇതുവരെ കേട്ടിട്ടില്ല. എന്താ കാരണം? സ്വപ്നത്തില് മനസ്സുകൊണ്ട് കൽപ്പിതമായിട്ടുള്ള വേറെ ഏതോ ഒരു ശരീരത്തിൽ ഇരുന്നിട്ടാണ് ഈ ജീവൻ ആ സ്വപ്നത്തിലെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊരു ശരീരത്തെ സൃഷ്ടിക്കാനും ആ ശരീരത്തിലൂടെ സുഖദുഃഖങ്ങളെ അനുഭവിപ്പിക്കാനും മനസ്സിന് കഴിയും എന്ന് ഈ ഒരു ദൃഷ്ടാന്തം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിക്കൊണ്ട് കഴിയുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത സ്വപ്നത്തിൽ നമുക്ക് കണ്ടുവന്ന് വരാം. അപ്പൊ അതൊക്കെ ഇതുപോലെയാണ് ജീവൻ പുതിയ ശരീരം കിട്ടിക്കഴിഞ്ഞാല് പഴയ കാര്യങ്ങളെ കുറിച്ച് മറക്കുകയും ചെയ്യും. അപ്പൊ എന്താ ശരീരം കിട്ടി കഴിഞ്ഞ ആളുകൾ ചെയ്യേണ്ടത്? ഒരിക്കലും ആ ശരീരത്തിൽ ഇരുന്ന് അധർമ്മം ചെയ്യാണ്ടിരിക്കുക. എന്താ കാരണം എന്നാണെങ്കിൽ ഈ അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് തന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ആ ശരീരത്തില് അധർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് വേണം? കസ്മാന കസ്യജിൽ ദ്രോഹം ആചരേൽസ തഥാവിധ പറയണ. ക്ഷേമം വേണം എന്നുള്ള ആള് ഒരിക്കലും ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. പിന്നെ ഇവളാരാ? ഏഷാതവ അനുജാബാല കൃപണാ പുത്രികോപമാ ഹന്തും നാർഹസി കല്യാണി മീമാം ത്വം ദീനവത്സല. അവിടുത്തെ അനുജത്തിയാണ് ആ ദേവകി. മകളെ പോലെ സ്നേഹിക്കുന്നവളാണ്, ദുഃഖിതയാണ്, അപ്പോ ദുർബലയാണ്. ദീനാനുകമ്പയുള്ള അങ്ങ് അവളെ കൊല്ലുന്നത് ശരിയാണോ എന്നാണ്. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഈ ദുഷ്ടനായിട്ടുള്ള കംസന്റെ തെല്ല് പോലും മനമാറ്റം ഉണ്ടായില്ല. ആ മുടിയുന്ന പിടി വിട്ടതേ ഇല്ല എന്നാണ്. അപ്പോഴാണ് ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം. അതിനെന്താ വഴി?
അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ മരണം വരികയാണ്, ഏത് പ്രകാരത്തിൽ അതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. പിന്നെ പ്രവർത്തിച്ചിട്ടും ഫലം കിട്ടിയില്ലെങ്കിൽ അത് വിധിയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാം. അല്ലാണ്ട് അതൊന്ന് നമ്മളെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണമല്ലോ, അതിനെന്താ വഴി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു യുക്തി തോന്നി. ദേവകി കൊല്ലുന്നെന്ന് അശരീരി വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ, ദേവകിയുടെ പുത്രന്മാരെയാണ് അല്ലെങ്കിൽ 8ാമത്തെ കുട്ടിയെയാണ് കംസൻ ഭയപ്പെടുന്നത്. അതൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യ. മുരളിയേട്ടാ, 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 ഹലോ മുരളിയേട്ടാ. പ്രസവിച്ച ഉടനെ ആ കുട്ടികൾ കംസൻ മനസ്സിലാക്കിയില്ല. വസുദേവന്റെ വാക്കിന് നല്ല വിശ്വാസമാണ്. അത് ഉടനെ തന്നെ കംസൻ ദേവകിയെ വിടുകയാണ്. പിന്നെ വലിയ പൂ എന്തോ ചെയ്യുന്ന പറഞ്ഞ് അതാ കംസൻ തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവസാനം വസുദേവൻ തന്നെ തേര് തെളിച്ച് തന്റെ കൊട്ടാരത്തിലെത്തി. 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ദേവകി നല്ലൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയുടെ ജാതകർമാതി, ആ ബാല്യകാലത്ത് ചെയ്യേണ്ട, കുട്ടിക്കാല ആ ജനിച്ച ഉടനെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ജാതകർമാതി സംസ്കാരങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയെ കീർത്തിമാൻ എന്ന പേര് വിട്ടിട്ട് തന്റെ സത്യം പരിപാലിക്കാനായിട്ട് ദേവികയുടെ കയ്യിൽ നിന്നങ്ങ് മേടിച്ച് നേരെ കംസന്റെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. വസുദേവന്റെ ഈ തരത്തിലുള്ള പ്രവൃത്തി കണ്ടപ്പോ ദുഷ്ടനായിട്ടുള്ള കംസനെ പോലും അത് ആശ്ചര്യപ്പെടുത്തി. വസുദേവൻ നല്ല സത്യനിഷ്ഠയുള്ള ആളാണ്. അപ്പോ ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. അവർക്ക് സത്യമാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. പറഞ്ഞു, വസുദേവ അങ്ങയുടെ വാക്ക് പാലിച്ചു, വളരെ സന്തോഷമുണ്ട് എനിക്ക്. പക്ഷേ ഒരു കാര്യം ചെയ്തോളൂ, ഈ കുട്ടിയെ ഞാൻ കൊല്ലണില്ല, ഇതിനെ പിടിച്ച് വളർത്തിക്കോളൂ എന്ന് പറയാണ്. പിന്നെ എന്താ വേണ്ടത്? ദേവകി പ്രസവിച്ച ഉടനെ അങ്ങ് ഇവിടെ വന്ന് വിവരം പറയണം. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് എന്റെ അന്തകനായിട്ടുള്ളത് 8ാമത്തെ കുട്ടിയാ. അപ്പൊ 8ാമത്തെയാണ് ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 8ാമത്തെ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രസവിച്ച ഉടനെ ഇവിടെ വന്ന് വിവരം പറയണം എന്ന് പറയും. അപ്പൊ ആ മൂപ്പര് എഴുതി രജിസ്റ്റർ ആക്കി വെക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇന്നും ഇപ്പൊ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അല്ലെ? മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ ഒക്കെ വല്ല പ്രസവം നടന്നു കഴിഞ്ഞാല് പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ ചെന്ന് വിവരം പറയണം എന്നുള്ള ഒരു ഏർപ്പാട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് പണ്ട് കംസന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള നിയമമാണ് അത്രേ. അപ്പൊ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് ഇങ്ങോട്ട് കേട്ടപ്പോ വസുദേവർക്ക് കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോഴ് അദ്ദേഹത്തിന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. ഈ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകളായി ഈ ദുഷ്ടന്മാർ. സ്വന്തം കാര്യത്തിന് വേണ്ടി അവർ എന്തും മാറ്റി പറയാൻ മടിക്കില്ല അല്ലെ? ഇപ്പൊ കാണില്ല നമ്മൾ ധാരാളം അവിടെ ഇവിടെയൊക്കെ. അപ്പോ ഇപ്പൊ കൊണ്ടുപോക്കോളൂ പറയും, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അപ്പൊ കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴോ അത്രയും കാലത്തെ ബന്ധം കൊണ്ട് കുട്ടിയോടുള്ള മമത വല്ലാണ്ട് കൂടും. അപ്പൊ ഇനി ആ കുട്ടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ദുഃഖം കൂടിയുള്ളൂ. ഇപ്പൊ തന്നെ കൊല്ലുകയാണെച്ച വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും തന്നതല്ലേ എന്നും പറഞ്ഞ് തിരിച്ച് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഇങ്ങനെ 6 കുട്ടികള് ദേവകിക്ക് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതായത് അതിന്റെ ഇടയിൽ ശ്രീനാരദ മഹർഷി അവിടെ എത്തുക. കംസന് ഈ ദേവന്മാരോടൊക്കെ അങ്ങേറ്റത്തെ വിരോധമാണെങ്കിലും നാരദനെ വലിയ കാര്യമാണ്. അതായത് ത്രൈലോക്യത്തില് ഏത് ന്യൂസും നാരദനോട് ചോദിച്ചാൽ വളരെ സത്യസന്ധ വിവരം കിട്ടുന്ന അദ്ദേഹത്തിന് അറിയാം. വേണ്ടതുപോലെ സ്വീകരിച്ചിരുത്തി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല നാരദ മഹർഷി ഇപ്പൊ എവിടെന്നാ വരുന്നത് എന്നാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇപ്പൊ ബ്രഹ്മലോകത്തുനിന്നാണ് വരുന്നത്, അവിടെ ഒരു വർത്തമാനമൊക്കെ അറിഞ്ഞു, അപ്പൊ അതൊന്നും അങ്ങേ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാ. അങ്ങപ്പോ ഈ ഇടയിലായിട്ട് ഒരു വിവാഹമൊക്കെ നടത്തിയെന്ന് കേട്ടൂലോ എന്നാണ്. ദേവകിയുടെ വിവാഹം ഞാനാണ് നടത്തിയത് എന്നാണ്. അത് ഗംഭീരായോ? പിന്നെ ഞാൻ നടത്തിയ പിന്നെ ഗംഭീര, ഭരണത്തിലിരിക്കുന്ന ആളുകൾ നടത്തിയൊക്കെ ഗംഭീരാവൂലോ, കാരണം സ്വാധീനം ഉപയോഗിച്ച് എന്തുവാവാം. അപ്പൊ ഇവിടെ ഞാൻ നടത്തിയ ഗംഭീരാവാതിരിക്കുമോ എന്നാണോ സംശയം? ഒരു സംശയമില്ല, ഗംഭീരായി. അപ്പൊ നാരദൻ പറഞ്ഞു, എനിക്കതിന് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്താ അത്? എടോ, ആകാശത്ത് നിന്നോ അശരീരി കേട്ടില്ലേ? എന്താ കേട്ടത്? ദേവകിയുടെ 8ാമത്തെ കുട്ടി എന്നെ കൊല്ലുന്നാണ് അശരീരി. എന്നിട്ടോ ദേവകിയെ കൊന്നോ? എന്താ മഹർഷി ഈ വിഡ്ഢിത്വമൊക്കെ പറയണത്? ദേവകി കൊല്ലുന്നൊന്നും അല്ലല്ലോ അശരീരി വാക്ക് പറഞ്ഞത്, 8ാമത്തെ കുട്ടി കൊല്ലുന്നാ പറഞ്ഞത്. ഞാൻ ദേവകിയെ കൊല്ലാൻ പുറപ്പെട്ടപ്പോ വസുദേവൻ അവിടെ വെച്ചൊരു സത്യം ചെയ്തു, ദേവകി പ്രസവിക്കുന്ന കുട്ടികളെ മുഴുവൻ പ്രസവിച്ചുടനെ എന്റെ കാൽക്കൽ കൊണ്ട് സമർപ്പിക്കാം. അപ്പൊ ഞാൻ ദേവകിയെ കൊന്നില്ല. അതെ, കൊന്നില്ല. എന്നിട്ടോ ദേവകി പ്രസവിച്ചോ കംസ? വസുദേവൻ കുഞ്ഞിനെ കൊണ്ട് തന്നോ? തന്നു. കൊന്നോ കുട്ടിയെ? ഇല്ല. എന്താ അത്? 8ാമത്തെ കുട്ടിയല്ലേ എന്നെ കൊല്ലണ? വെറുതെ മറ്റു കുട്ടികളെയൊക്കെ കൊന്നിട്ട് ബാലഹത്യാപാപം, അത് മഹാപാപാണ്.
അതെന്തിനാ വെറുതെ സമ്പാദിക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുതന്ന കുട്ടിയെ തിരിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ നാരദ മഹർഷി മൂക്കത്ത് വിരല് വെച്ചു. കാരണം ഈ ദുഷ്ടന്മാരെ വേഗം അവരുടെ പാപശക്തിയെ വർദ്ധിപ്പിച്ചാലേ അതിന് വേഗപ്പെടുത്താൻ അയക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ചെയ്തതാണ്. അപ്പോഴാണ് പറഞ്ഞത്, കംസ നീ നിനക്ക് തീരെ വിവരമില്ല, ഇതൊക്കെ ദേവന്മാരുണ്ടല്ലോ അവര് സൂത്രക്കാരാ. ഇപ്പോ ആകാശത്തു നിന്ന് കേട്ടത് എട്ടാമത്തെ കുട്ടി തന്നെ കൊല്ലുന്നാണ്. ഈ എട്ടാമത്തെ കുട്ടി ദേവന്മാര് വിചാരിച്ച് ആദ്യം വന്നുകൂടായില്ലല്ലോ അല്ലെ? പിന്നെ ഈ എണ്ണെന്ന് വെച്ചാൽ തന്നെ സങ്കല്പ, വട്ടത്തിൽ 8 കുട്ടികളെ പിടിച്ച് നിർത്തിയിട്ട് ആദ്യത്തെ കുട്ടിയെ തൊട്ട് എണ്ണി എട്ടാമത്തെ കുട്ടി എട്ടാമൻ അല്ലെ, എട്ടാമൻ നിൽക്കുന്ന ആളായിരിക്കും എട്ടാമൻ. ഇനിയിപ്പോ എട്ടാമനായിട്ടുള്ള കുട്ടിയെ തൊട്ട് ഇപ്പുറത്തേക്ക് എണ്ണിയാലോ അപ്പൊ ആദ്യത്തെ കുട്ടിയാവും എട്ടാമത്തെ അല്ലെ? അപ്പോ ഈ എണ്ണെന്നൊന്നും അത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഈ 7 കുട്ടികൾ ഉണ്ടായി എട്ടാമത്തെ ആളെ തുടങ്ങണമെങ്കിൽ ഈ 7 ആളെയും ജയിച്ചാലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ സ്ത്രീകൾക്കൊക്കെ ഒരു ഏർപ്പാടുണ്ട്. എന്തറിയോ, ചിലപ്പോഴ് ചില ഗർഭമുണ്ടെന്ന് വിചാരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ അത് അലസിപ്പോവുക എന്നൊരു പരിപാടിയുണ്ട്. അത് ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഗർഭം അലസിപ്പോയാൽ പിന്നെ ഉണ്ടാവുന്നത് 6 കുട്ടികൾ. 7ാമത്തെ കുട്ടിയെങ്ങാനും അലസിപ്പോയി കഴിഞ്ഞാൽ അത് അടുത്തത് എട്ടാമതായിട്ട് കൂട്ടാൻ പറ്റൂ എന്നാണ്. ഇത്രയൊക്കെ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഭാവമൊക്കെ മാറി. പിന്നെ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തില് അങ്ങ് കാലനേമി എന്ന പേരായിട്ടുള്ള അസുരന വിഷ്ണുവാണ് അങ്ങയെ വന്ന് വധിച്ചത്. ആ വിഷ്ണു തന്നെയാണ് ഇപ്പൊ ദേവന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് അനുസരിച്ചിട്ട് ഇപ്പോ ദേവകീന്റെ പുത്രനായിട്ട് വന്ന് അവതരിച്ച് അങ്ങയെ കൊല്ലാനുള്ള ഏർപ്പാട് നടത്തുന്ന ആൾ ആ വിഷ്ണു തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തില് ഇപ്പോ ഞാൻ ദേവലോകത്തിന് വരുന്നത്, അവിടെ ചില ആളുകളെ ഒന്നും കാണാനില്ല. ഇവിടെ വന്ന് നോക്കുമ്പോഴോ അവരുടെ അതേ ഛായയുള്ള ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങയുടെ അച്ഛനായിട്ടുള്ള ഉഗ്രസേനൻ, അങ്ങയുടെ ഇളയശനായിട്ടുള്ള ദേവകൻ, അതുപോലെ യാദവന്മാര്, ഇവരൊക്കെ ദേവാംശജന്മാരാണ് എന്ന് പറയുകയാണ്. ഇത്രയും കൂടെ കേട്ടതോടുകൂടെ കംസന്റെ പ്രകൃതമൊക്കെ അങ്ങ് മാറി. നാരദ മഹർഷിയാണ് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. പിന്നെ ആ വസുദേവനെ ആളയച്ചു വരുത്തി ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ്. കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്തത്, ആ കുട്ടിയെ വട്ടപ്പാറയിൽ അടിച്ചങ്ങ് കൊന്നോന്നാണ്. കൊന്ന് ഇനിയിപ്പോ ഇവര് ഇവിടുന്ന് ഓടിപ്പോവാതിരിക്കണം. അതിനെന്ത് ചെയ്തു, ശരിക്ക് നമ്മൾ പറയില്ലേ ഹൗസ് അറസ്റ്റ് എന്നൊക്കെ, അതുപോലെ കൊട്ടാരത്തിന് സമീപത്ത് തന്നെ ഒരു ജയിലുണ്ടാക്കിയിട്ട് ദേവകി വസുദേവന്മാരെ ആ ജയിലില് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവിടെ കിടത്തുക. പിന്നെ ആ ജയിലിൽ വെച്ചുണ്ടാവുന്ന കുട്ടികളെ മുഴുവൻ 6 കുട്ടികളെ വീണ്ടും, അതായത് ഇത് വിഷ്ണു ആണോ ഇവനിൽ നിന്ന് എനിക്ക് മരണം വരില്ലേ എന്ന് പേടിച്ച് ജനിച്ച കുട്ടികളെയൊക്കെ ജനിച്ച ഉടനെ തന്നെ അവരെ കൊല്ലുണ്ടായി എന്നാണ്. 7ാമതും ഇത് ഈ 6 കുട്ടികൾ നശിച്ചതോട് കൂടെ ദേവകിക്ക് ഉണ്ടായിട്ടുള്ള ദുഃഖം, ഒരു അമ്മ എങ്ങനെ അത് സഹിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ ദേവകിക്ക് വല്ലാത്ത ദുഃഖം വരികയാണ്. പിന്നെ 7ാമതും ദേവകി ഗർഭം ധരിക്കുക. 7ാമതും ഗർഭം ധരിച്ച ദേവകിക്ക് ഒരേ സമയം സന്തോഷം ഉണ്ടായി ദുഃഖം ഉണ്ടായി എന്നാണ്. എന്താ കാരണം എന്നാണെങ്കിൽ, സന്തോഷം ഉണ്ടായത് 7ാമത് താൻ പ്രസവിക്കില്ലോ എന്നുള്ള സന്തോഷം, അതിനെ കംസൻ കൊല്ലൂല്ലോ എന്നുള്ള ആ സമയത്താണ് ആ ഭഗവാൻ വൈകുണ്ഠത്തിൽ വെച്ച് യോഗമായ ദേവിയെ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഭൂമിയിൽ ഒന്ന് പോയിട്ട് കാര്യമൊക്കെ നിർവഹിക്കണം. എന്താ അത്, അതായത് എന്റെ അംശമായിട്ടുള്ള അതായത് സംഘർഷണൻ ഇപ്പൊ ദേവകിയുടെ ഗർഭപാത്രത്തിൽ വന്ന് അതായത് ഗർഭപാത്രത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മ അതൊരു കാര്യം ചെയ്യണം. ദേവകിയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ സംഘർഷണനെ, അല്ലെങ്കിൽ എന്റെ അംശമായിട്ടുള്ള ആ സംഘർഷണനെ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ, ഈ കംസനെ ഭയപ്പെട്ടിട്ട് വസുദേവരുടെ തന്നെ ഒരു ഭാര്യയായിട്ടുള്ള രോഹിണി നന്ദഗോകുലത്തിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ കംസന്റെ ഈ ദുർവൃത്തിയിൽ മനംനൊന്ത് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോ ഒരുപാട് ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ചെന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് രോഹിണി അവിടെ നിന്ന് സ്ഥലം വിട്ടത്. ഈ നന്ദഗോപന്റെ ഗൃഹത്തില് അറിയാണ്ട് ഒളിച്ചു താമസിക്കുകയാണ്. അപ്പോ ആ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് അനന്തനെ അങ്ങ് മാറ്റണം എന്ന് പറയണം. അനന്തനാണ് ഇപ്പോ ആ ദേവകിയുടെ ഗർഭത്തിൽ കിടക്കുന്നത്. ആ അനന്തനെ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സംഘർഷണൻ എന്ന പേരില് രോഹിണീ പുത്രനായിട്ട് അറിയപ്പെടും ഈ അനന്തൻ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് അമ്മ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നാണെങ്കിൽ, നേരെ നന്ദഗോപരുടെ പത്നിയായിട്ടുള്ള യശോദയുടെ പുത്രിയായിട്ട് അമ്മ ജനിക്കണം എന്നാണ്. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാലോ അമ്മയ്ക്ക് ധാരാളം നാമങ്ങളില്, അതായത് ദുർഗ, ഈശാനി, അതുപോലെ തന്നെ
കൃഷ്ണ, മാധവി, കന്യക, നാരായണി എന്നുള്ള നാമങ്ങളില് ധാരാളം ക്ഷേത്രങ്ങളില് അമ്മയെ ഭക്തന്മാര് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു പറയുകയാണ്. ഇപ്പൊ ഇത് കേട്ട് ആ യോഗമായ ദേവി അവിടുത്തെ പുറപ്പെടുകയാണ്. ഇപ്പൊ കംസനാണെങ്കിലോ കംസന്റെ ഭൃത്യന്മാരായിട്ടുള്ള പ്രലംബക ചാണൂര തൃണാവർത്ത മഹാശനൈ മുട്ടികാരിഷ്ടജീവിത പൂതനാകേശിതേനുകൈ. അങ്ങനെ പ്രലംബൻ, ചാണൂരൻ, അതുപോലെ തന്നെ തൃണാവർത്തൻ, ആ മുഷ്ടികൻ, വിവിധൻ, പൂതന, കേശി തുടങ്ങിയിട്ടുള്ള തന്റെ അനുയായികളെ വിളിച്ച് യാദവന്മാരൊക്കെ ദേവാംശജന്മാരാണെന്ന് അറിഞ്ഞപ്പോ അവരെ ഊടുപാട് ഉപദ്രവിക്കാൻ കൽപ്പന കൊടുക്കുകയാണ്. ഉഗ്രസേന മഹാരാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി താൻ തന്നെ രാജ്യഭരണം ഏറ്റെടുത്ത് നേരിട്ട് നടത്താനായിക്കൊണ്ട് തുടങ്ങി. ഈ കംസന്റെ ഭൃത്യന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് ആ യാദവന്മാര് പലരും വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ചെന്ന് അഭയം പ്രാപിക്കുക. ചില ആളുകൾക്ക് എങ്ങോട്ടും പോകാനില്ലാത്തത് കൊണ്ട് ആ ഉപദ്രവമൊക്കെ സഹിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്തു എന്ന് പറയുക. ഇപ്പോ 7ാമത് ഗർഭം ധരിച്ച ദേവകിയെ കംസൻ കണ്ടു. അത് കണ്ട ഉടനെ ദേവകിയെ കണ്ടതോടുകൂടി ഇവിടെ ഇപ്പൊ കൊല്ലണമെന്ന് തോന്നി. പക്ഷേ വേണ്ടാന്ന് വെച്ചു. ഏതായാലും പ്രസവിച്ചു കഴിഞ്ഞ അടുത്ത കുട്ടിയല്ലേ പേടിയുള്ളൂ എന്നുള്ള ഭാവത്തില് ഇപ്പൊ 7ാമത്തെ ഗർഭാണെന്നും പറഞ്ഞ് കംസൻ കണക്കാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം ആ യോഗമായ ദേവി കംസന്റെ കാരാഗ്രഹത്തിലെത്തി ദേവകിയിലെ ആ ഗർഭത്തിൽ കിടക്കുന്ന ആ ഭ്രൂണത്തെ നേരെ ആകർഷിച്ചെടുത്ത് ആ ഗോകുലത്തിലുള്ള രോഹിണിയുടെ ഗർഭപാത്രത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ടെക്നോളജി ഇന്നാണോ പുരോഗമിച്ച് അതായത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? നോക്കൂ, ഈ ഭാഗവത് എഴുതുന്ന കാലത്ത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കണ ഭ്രൂണത്തെ വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കണമെന്നാണ് ഒന്ന് ആലോചിക്കുന്നത്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോ അത് കഴിഞ്ഞ് ഇപ്പോ പിറ്റേന്ന് മധുരയിലുള്ള ആളുകൾ എന്താ പറഞ്ഞത് അറിഞ്ഞില്ലേ? ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നാണ്. ഇത് കേട്ടപ്പോ കംസന് വല്ലാത്ത ശങ്കയായി. എന്താ അത്? ഇപ്പൊ നാരദൻ പറഞ്ഞതുപോലെ 7ാമത്തെ അലസിപ്പോയിരിക്കുക. ഇനി ഉണ്ടാവുന്നതിന് 7 കൂട്ടണോ 8 കൂട്ടണോ? അടുത്തുണ്ടാവാൻ പോണതാണോ തന്റെ അന്തകൻ, അതോ ഇനി അതും കഴിഞ്ഞുണ്ടാവുന്നതാണോ? സംശയം ബലപ്പെട്ടു എന്നാണ്. ഇപ്പൊ ഗോകുലത്തിലെ സ്ഥിതി എന്താ? രോഹിണി സർവ്വവിധ ഗർഭലക്ഷണങ്ങളോടുകൂടി പെട്ടെന്ന് കാണുകയാണ്. അതുപോലെ തന്നെ യശോദയ്ക്കാണെച്ച പ്രായം കുറച്ചായിരിക്കണു. ഇനി യശോദ പ്രസവിക്കില്ല എന്ന് നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് യശോദയ്ക്ക് ഗർഭലക്ഷണങ്ങൾ. അപ്പൊ അവിടെയും വല്ലാത്തൊരു സന്തോഷത്തിന്റെ അനുഭവം. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്കൊന്നും അതിന്റെ താല്പര്യമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ ഭഗവാൻ തന്നെ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരിക്കുക. ആളുകൾ അവനവന്റെ ഭാവത്തിനനുസരിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം ആർക്കും അറിയാനായിക്കൊണ്ട് കഴിഞ്ഞതുമില്ല എന്ന് പറയുകയാണ്. ഇപ്പോ ദേവകിയുടെ ഗർഭപാത്രമൊക്കെ ശുദ്ധമായിട്ട് തീർന്നു. ഇനി ഇപ്പോ എന്താ ചെയ്ത് രോഹിണിയുടെ പുത്രനായിട്ട് ഇനി അനന്തൻ ബലരാമൻ എന്ന പേരിൽ, സംഘർഷണൻ എന്ന പേരിൽ നേരത്തെ തന്നെ അവതരിക്കുകയാണ്. അതുപോലെ തന്നെ യശോദാദേവി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. ആ പെൺകുഞ്ഞാണ് പിന്നെ കംസൻ കൊല്ലാൻ പോണ സമയത്ത് ആ കംസന്റെ കയ്യിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്ന പിന്നെ പല ക്ഷേത്രങ്ങളിലും ദേവീ സ്വരൂപത്തില് ആ സന്നിധാനത്തിൽ ചെയ്യുന്നത് കാണിച്ചു തരികയാണ്. ഇപ്പോ ആ ഭഗവാൻ ഇനി അവതാരത്തിനുള്ള സമയം നോക്കിയെടുക്കുക. ഇപ്പോ ഭഗവാൻ തന്റെ തേജസ്സിനെ വസുദേവരിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വസുദേവരില് ആ ഭഗവത് തേജസ് പ്രവഹിച്ചതോടുകൂടെ വസുദേവൻ സൂര്യനെ പോലെ പ്രകാശിച്ചു എന്നാണ് പറയണത്. ആ വസുദേവരുടെ ആ പ്രകാശം തന്റെ ഉള്ളിൽ വന്നു. വസുദേവരുടെ ഈ ഭാവം ആ സൂര്യനെ പോലെ ആ വസുദേവരിൽ തന്നിൽ വന്നു ചേർന്നിട്ടുള്ളതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള തേജസ്സിനെ സങ്കല്പമാത്ര കൊണ്ട് ആ ദേവകിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചതോടുകൂടെ ദേവകി ചന്ദ്രനെ പോലെ പ്രകാശിച്ചു എന്നാണ്. പക്ഷെ ദേവകിയുടെ പ്രകാശം പുറമേക്ക് കണ്ടില്ല എന്നാണ് പറയുന്നത്. എന്താ? അടച്ചു വെച്ച വിളക്ക് പോലെ എന്നാണ്. കംസന്റെ കാരാഗ്രഹത്തിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ ദേവകിയുടെ പ്രകാശം മറ്റുള്ളവർക്ക് അനുഭവിക്കാനോ അറിയാനോ കഴിയാതിരുന്നത് എന്നാണ്. ഈ 8ാമത് ഗർഭം ധരിച്ച ദേവകിയെ ഒരു തവണയാണ് കംസൻ കാണുന്നത്. കണ്ടതോടുകൂടെ എന്തൊരു ശോഭ അവളുടെ മുഖത്ത്. അപ്പൊ ഇവളുടെ ഗർഭത്തിൽ കിടക്കുന്നത് എന്റെ അന്തകൻ തന്നെ, സംശയമില്ല. ഇവളെ എപ്പ കൊല്ലണം എന്ന് പറഞ്ഞ് അധർമ്മിയായിട്ടുള്ള കംസൻ വാളും എടുത്ത് ആ ദേവകിയുടെ മുന്നിലേക്ക് ചാടി. പക്ഷേ ആ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് ആരാ? ധർമ്മമൂർത്തിയായ ഭഗവാൻ. ആ ഭഗവാന്റെ പ്രഭാവം കൊണ്ട്
അധർമ്മിയായിട്ടുള്ള കംസന് പോലും കുറച്ച് ധർമ്മബോധമൊക്കെ ഉണ്ടാവുകയാണ്. അല്ല, ഗർഭിണിയായിട്ടുള്ള ഇവളെ കൊന്നാൽ എന്റെ യശസ്സിന് തന്നെ അത് ഒരു തീരാ കളങ്കമായിട്ട് മാറും. വേണ്ട, ആളുകളൊക്കെ എന്നെ പഴിക്കില്ലേ, അതുകൊണ്ട് ഞാൻ കൊല്ലണില്ല എന്നും പറഞ്ഞ് വാള് തിരിച്ച് ഉറയിൽ തന്നെ ഇട്ടു. എന്നിട്ടോ ഇവള് പ്രസവിക്കട്ടെ, ആ സമയം കാത്തിരിക്കുക, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊന്ന് ഇവളെ മോചിപ്പിക്കാമെന്നും പറഞ്ഞ് കംസൻ തിരിച്ചു പോകാൻ. അപ്പോഴാണ് തന്റെ കാവൽക്കാരായിട്ടുള്ള അസുരന്മാർക്കൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്താ വേണ്ടത്? അതായത് നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം, ദേവകി എപ്പോഴാണോ പ്രസവിക്കുന്നത് ആ ഉടനെ തന്നെ എനിക്ക് വിവരം തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് തന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് കംസന്റെ ചിന്ത, എപ്പോഴാ ദേവകി പ്രസവിക്കുക, എന്റെ അന്തകനാണ്, എങ്ങനെയാ ആ അന്തകനായിട്ടുള്ള വിഷ്ണു വരിക, എവിടുന്നാ വരിക? ഇങ്ങനെ കംസൻ ഭയത്തോടു കൂടെ ഭഗവാനെ തന്നെ ചിന്തിച്ച്, ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ വിഷ്ണു എന്റെ അന്തകൻ, വിഷ്ണു എന്റെ അന്തകൻ, ദേവകിയുടെ എട്ടാമത്തെ ഉണ്ണി വിഷ്ണു എന്റെ അന്തകൻ, ഇങ്ങനെ ആ ഭയത്തോടു കൂടി ചിന്തിച്ച് 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 ആസ്തേ പ്രതീക്ഷം തൻ ജന്മ ഹരേർ വൈരാനുബന്ധകൾ. ശരിക്കും ആ വൈരഭാവം കൊണ്ട് എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പൊ എന്താ അവസ്ഥ? ആസീന സംവിശന്തിഷ്ടൻ ഭുഞ്ജാന പര്യടൻ മഹീർ ചിന്തയാനോ ഋഷികേശം അവശ്യൽ തന്മയം ജഗൽ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആ വിഷ്ണുവിനെ തന്നെ ഭയത്തോടു കൂടി ചിന്തിച്ച് ചിന്തിച്ച് നോക്കുന്ന ദിക്കിലൊക്കെ കംസന് ഭഗവാനെ കാണാൻ തരായി എന്ന് പറയണം. അത് ശരിക്കും പറഞ്ഞ ഭാഗ്യവാനാ. നമുക്കിപ്പോ ഭഗവാൻ ഉള്ള ദിക്കി നോക്കിയിട്ട് പോലും കാണില്ല. കംസൻ അങ്ങനെയല്ല, മനസ്സിൽ ഭയം കൊണ്ട് വിഷ്ണുവിനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ആ ലോകം മുഴുവൻ സർവം വിഷ്ണുമയം ജഗത് എന്ന ഭാവത്തിലേക്ക് കംസന് ഉയരാനായി കൊണ്ട് കഴിഞ്ഞു എന്നാണ്. ഏകദേശം ദേവിയുടെ ഗർഭ പരിപക്വ അവസ്ഥയെ പ്രാപിച്ച സമയത്ത് ഇവിടെ ആ ദേവന്മാരൊക്കെ ആ കംസന്റെ കാരാഗ്രഹത്തിലെത്തി ഗർഭഗതനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി കുറച്ച് വിശേഷമായിട്ടുള്ള സ്തുതിയാണ്. ആ സ്തുതി നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും ഭഗവാന്റെ ആ സ്തുതിയും ആ സ്തുതിയുടെ അന്തർലീനമായിട്ടുള്ള തത്വങ്ങളും വർണ്ണിച്ച് നമുക്ക് നാളെ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് സ്മരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ അവതാരം നമുക്ക് അടുത്ത ദിവസമാക്കാം. ഏതായാലും ആ സ്തുതിയും അവതാരവും കൂടെ നാളെ നമുക്ക് ഏതായാലും ഇപ്പൊ ഈ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ആർക്കെങ്കിലും വല്ല ചോദ്യം ചോദിക്കണം, സംശയം ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ഉന്നയിക്കാം, അതിന് മറുപടിയും പറയാം. അവര് പറയണം നമുക്ക്.